ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളുടെ തീരത്തും കണ്ടെയ്നറുകൾ അടിഞ്ഞു ഗൈസ്. രാവിലെ തന്നെ കണ്ടെയ്നറുകളായിരുന്നു കേട്ടോ. ഷട്ടർ ഓപ്പൺ ചെയ്തതും ഫ്രണ്ട് ഇതാ നിൽക്കുന്ന 3 കണ്ടെയ്നർ. അങ്ങനെ ഫസ്റ്റ് കണ്ടെയ്നർ അതാ കൊണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പാർക്ക് ചെയ്യുന്നു. സോ നമുക്ക് 3 ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് തീർക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നു. കാരണം പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഓർഡറും കാര്യങ്ങളും വേറെ വരും. സോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് കണ്ടെയ്നർ അൺലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബോയ്സ് തുടങ്ങി. ഈ ബെൽറ്റാണ് നമ്മൾ അൺലോഡ് ചെയ്യുന്നത്. ഒന്ന് ബെൽറ്റ് ഉപയോഗിച്ച് നമ്മൾ പകുതി വരെ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ പമ്പ് ട്രാക്ക് വെച്ച് നമ്മൾ കണ്ടെയ്നർ അൺലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടെയ്നർ അൺലോഡ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഫസ്റ്റ് കണ്ടെയ്നർ കഴിഞ്ഞു. അവൻ സെക്കൻഡ് കണ്ടെയ്നർ പാർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നു. അങ്ങനെ സെക്കൻഡ് കണ്ടെയ്നർ സെയിം ഇതുപോലെ പാർക്ക് ചെയ്തു. സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ വോയിസ് കുറച്ച് ബ്രേക്കൊക്കെ എടുത്തിട്ട് വീണ്ടും അൺലോഡ് ചെയ്യാൻ വേണ്ടി വന്നു. കാണുമ്പം എളുപ്പമെന്ന് തോന്നുമെങ്കിലും ഭയങ്കര ടഫ് പണിയാണ് കേട്ടോ. വെയിറ്റ് സാധനങ്ങളൊക്കെയാണ് വരുന്നത് കണ്ടെയ്നർ. അത് അൺലോഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ ടോട്ടൽ ഇന്നലെ 3 കണ്ടെയ്നർ ഉണ്ടായിരുന്നു. നമുക്ക് 2 വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് ഓർഡറും കാര്യങ്ങളും ട്രക്ക് ലോഡ് ചെയ്യേണ്ട ഇതൊക്കെ ഉള്ളതായിരുന്നു. നമുക്ക് ബിസി ആയിരുന്നു. സോ അങ്ങനെ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ചില ബിസി ടൈമിൽ ഇതുപോലെ വീഡിയോസൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെ 3 കണ്ടെയ്നർ ഇറക്കി ട്രക്കിന് ഓർഡർ എടുത്തു, അതൊക്കെ ലോഡ് ചെയ്തു. പിന്നെ നമുക്ക് കുറച്ച് വെയർഹൗസിൽ കുറച്ച് പണിയൊക്കെ അല്ലാതെ ഉണ്ടായിരുന്നു. കുറച്ച് അറേഞ്ച്മെൻറ്റ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ കുറച്ച് ബിസി ആയിട്ട് തന്നെയാണ് പോയത്. വെയർഹൗസ് ക്ലോസ് ചെയ്യാൻ നേരത്തും കുറച്ച് ലേറ്റായി. കണ്ടെയ്നറൊക്കെ ഇതുപോലെ എപ്പോഴും വരില്ല. ഇതുപോലെ ചില സമയങ്ങളിലായിരിക്കും ഒരുമിച്ച് വരുന്നത്. അറിയാമല്ലോ, ഷിപ്പിലൊക്കെ ഒരുമിച്ചാണ് കണ്ടെയ്നറുകൾ ഷിപ്മെൻറ്റ് ചെയ്യാറുള്ളത്. ഒന്നൊന്നായിട്ട് നമ്മൾ ഒരിക്കലും ഇതാക്കാറില്ല. അങ്ങനെ അറേഞ്ച്മെൻറ്റ്സും കണ്ടെയ്നർ അൺലോഡിങ്ങും ലോഡിങ്ങും എല്ലാം ഒക്കെ കഴിഞ്ഞു. ഇന്നലെ കുറച്ച് ലേറ്റായിട്ടാണ് വെയർഹൗസ് ക്ലോസ് ചെയ്തത് തന്നെ. എന്നാലും കുഴപ്പമില്ലായിരുന്നു. നമുക്ക് കുറച്ച് ബിസി ആയിരിക്കുമ്പോൾ ടൈം പോകണം. ബിസിയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ദിവസം അങ്ങനെ പെട്ടെന്ന് തന്നെ പോകും കേട്ടോ. അങ്ങനെ ഇന്നലത്തെ ദിവസം കുഴപ്പമില്ലാതെയൊക്കെ നല്ല രീതിയിൽ പോയി.